മുഹമ്മദ് റിയാസിനാണ് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ഒരിക്കലും നമ്മൾ വർഗീയതയോട് പുള്ളി സത്യം ചെയ്യുന്ന ഒന്നും പറഞ്ഞില്ല. പക്ഷേ വോട്ടിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടി, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് അതിൻ്റെ ഒരു അജണ്ട പറയുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ അതുപോലെ ആലപ്പുഴയിലൊക്കെ ഈഴവ വോട്ടുകളിൽ വലിയ വിള്ളൽ CPM-ന് സംഭവിച്ചിരുന്നു. അതായത് മുസ്ലിം പ്രീണനം കൂടുതൽ നടത്തി ആ സമയത്ത് മുസ്ലിം പ്രീണനം കൂടുതൽ നടത്തിയപ്പോൾ ഇവിടെ നിന്നൊരു വിള്ളലുണ്ടായി എന്നൊരു ചിന്താഗതിയിൽ നിന്നും എനിക്ക് തോന്നുന്നു അവരുടെ പ്രൊജക്ട് റിപ്പോർട്ട് തന്നെ അവർക്ക് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇലക്ഷന് ശേഷം ഇവർ കൃത്യമായിട്ട് പഠനം നടത്തി അങ്ങനെ ഒരു സംഭവിച്ചിരിക്കുന്നു, അതിൻ്റെ അകത്ത് മാറ്റം വരുത്തണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈ SNDP അല്ലെങ്കിൽ ശ്രീനാരായണയുടെ അട്ടിപ്പറാവകാശം ഇദ്ദേഹത്തിനുണ്ടോ? ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ മാത്രമേ ഒരു വോട്ട് ചെയ്യുന്നു, അങ്ങനെ വല്ല ഒരു തെറ്റിദ്ധാരണ മുഖ്യമന്ത്രിക്കുണ്ടോ? ഇല്ല, മുഖ്യമന്ത്രിക്ക് ഇവരൊക്കെ ഇതിലൊക്കെ ഇതിൻ്റെ എന്താ പറയുക ഇന്നർ ലെയർ കാണുന്നവരാണല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ സ്വാധീനം എത്ര ഉണ്ടെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിക്കുന്ന ഇപ്പോൾ ചില സമയത്ത് ശ്രീനാരായണ ഗുരു തന്നെയായിരിക്കും ചിലപ്പോൾ ഇവർക്കൊക്കെ ശത്രു ആയിട്ട് നിൽക്കുന്നത്. കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യങ്ങളും ഇതൊക്കെ ഇവരുടെ ചെയ്തികളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത കോൺഗ്രസ്സുകാർക്ക് ഗാന്ധി പലപ്പോഴും ശത്രു ആവുന്നത് പോലെ